നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടായില്ല, അതാണ് മിസ് കോൾ. നിങ്ങളുടെ മിസ് കോൾ കണ്ടാൽ ഞാൻ കൊണ്ട് വിളിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊരു മിസ് കോളായി മാറി. ഓക്കെ, ലാലേട്ട ഡയലോഗ് ഉണ്ട്, നർക്കോട്ടിക്സ് ഇസ് ദ ബിസിനസ്. അതിപ്പോൾ 2 ദിവസം മുന്നേ പെരേര വന്നിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആഘോഷം നടന്ന് പെരേരക്ക് 2 ചെകിളത്ത് 2 അടി കിട്ടിയിട്ട് കേരളം മൊത്തം ആഘോഷിക്കുകയായിരുന്നു. അതായത് കേരളത്തിന് പാവെന്ന് പറയണ്ടായിരുന്നു. ഇവൻ്റെ പരിപാടി കാരണം കള്ളം പറയുക, പൊങ്ങച്ചം പറയുക, ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടി. പിന്നെ അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അവന് ഒറ്റ മുകളാണ്, അവിടെ നിൽക്കില്ല. ഒരുപാട് പേര് അടിക്കാൻ പോയിട്ടുണ്ട്. ഇവനിപ്പോൾ ഈ ലുളുമാളിൽ വന്നു കഴിഞ്ഞാൽ അവന് സെൽഫി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവൻ വലിയ സെലിബ്രിറ്റിയാണ്, സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ലാലേട്ടനെ മമ്മൂക്കയെക്കാട്ടും റീച്ചുള്ള അവനാണ്. അപ്പോൾ അവനാണ് ലാലേട്ടനെ മമ്മൂക്കയെക്കാട്ടും വലിയ ആളെന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പം മിക്ക പോയി വീട്ടിലേക്കാണ്, മറ്റേ ഫുൾ ടൈം മലപ്പുറത്തായിരുന്നു. അവിടെ എന്തോ അവിടുന്ന് പുറത്താക്കി, ഉസ്താദുകൾ പുറത്താക്കി. എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ട് കുറേ കള്ളം പറയുന്നുണ്ട്. കള്ളം പറയാൻ ഭയങ്കര കഴിവാണ്. കള്ളം പറയാൻ കഴിവൊന്നുമില്ല, വിശ്വസനീയമായ കള്ളം പറയാനൊന്നും അറിയില്ല. മാത്രം കാണിക്കാൻ ഈ ലോകത്ത് ഒരാൾക്ക് പറ്റുള്ളൂ, അത് അലൻ ജോസ് പെരേരയാണ്. അല്ലേ, ഈ ആറാട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇല്ലേ അലൻ ജോസ് ഒരു ഗിഫ്റ്റ് വന്നിട്ട് അത് കണ്ടിട്ട് എല്ലാവരും ചിരിച്ച്. എന്താ അത് ബർത്ത്ഡേക്ക് കൊടുക്കണ ഗിഫ്റ്റ് ആണോ തോന്നുന്നു. ബർത്ത്ഡേക്ക് ഇല്ലേ ഒരു ഗിഫ്റ്റ് വന്നിട്ട് അതെ, എവിടുന്ന് വാങ്ങിച്ചോണ്ടെന്താ, അതെങ്കിലും തന്നല്ലോ, അതെങ്കിലും തന്നല്ലോ, കുഴപ്പമില്ല. എൻ്റെ ഷർട്ടാണ് എൻ്റെ അളിയൻ അമേരിക്കയിൽ വാങ്ങിച്ചോണ്ടുന്ന ഷർട്ടാണ് ഞാൻ അവന് കൊടുത്തത്. നല്ലൊരു ഷർട്ടായിരുന്നു. ഇങ്ങനെ കണക്കം നോക്കിയാൽ കുറേ പറയാനുണ്ട്, പിന്നെ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു 4000 രൂപ തരാനുണ്ട്. അവൻ്റെ എല്ലാ ചിലവിനും കാശുണ്ട്, നമുക്ക് കാശ് തരില്ല. ഞാനിപ്പോൾ അവൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കണോ, എൻ്റെ ഗതികേട് നോക്കിയേ. അവൻ തന്നു അവൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്ത് നോക്കണോ. പിന്നെ അവൻ്റെ മാനേജറിനെ വിളിക്കാൻ, മാനേജർ കാശ് തരുമോ. പിന്നെ എനിക്ക് പെരേരയിൽ എത്ര മാനേജേഴ്സാണ്. സർജാജി ജോക്സോ അല്ല ഒരു ബുക്ക് ചെയ്യണം, പെരേര ജോക്സ് ഒരു സാധനം. ഇപ്പം ഈ ബിഗ് ബോസ് കിട്ടില്ല പലർക്കും കട തുടങ്ങിയൊക്കെ പറയണ്ട. പെരേര 2.0 കടയുടെ പേര്. അതിൽ മെയിൻ ആളടിക്കേണ്ട വിഷു കൊച്ചിക്കാരനായിരിക്കും, അരിയിലെടുത്ത് കൊടുക്കുന്നത്. എന്തായാലും ആവട്ടെ, എല്ലാം കണക്കാണ്. ഇത് ഇപ്പോൾ സിനിമയിൽ ഉണ്ടാക്കാം, എന്താണ് വൻ്റെ അണ്ണന്മാരാണ് സിനിമയിൽ ഉണ്ടാക്കാം. പാരലൽ യൂണിവേഴ്സ് ഒക്കെ പറയുന്നു. എല്ലാം തമ്മിൽ അടിയാണ്. ചെറിയ പിള്ളേർ പോലെയാണ്, LKG UKG പിള്ളേർ പോലെയാണ്. ഇന്ന് ഉടക്കും, നാളെ അടക്കും, ഇണക്കവും പിണക്കമൊക്കെയാണ്. ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. ചിലപ്പോൾ ചിലപ്പോൾ ശാരീരികമായിട്ട് അടിക്കും, ചിലപ്പോൾ തെരുവ് വിളിക്കും. അതിൽ പിറ്റു ദിവസം ഒന്നിച്ച് നടക്കുന്നതാണ്. ചെറിയ പിള്ളേർ പോലെയാണ്, LKG UKG പിള്ളേർ പോലെയാണ്. എന്നാൽ ഇതിനകത്ത് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാ പരിപാടിയായിട്ട് ചെറിയ പിള്ളേർ പോലെയാണ്. എന്ത് ചെയ്യാണ്, എല്ലാം ഒന്നിച്ച് എല്ലാം ഒരു ഐക്യത്തോട് പോകുകയാണെങ്കിൽ എല്ലാത്തിനും രക്ഷപ്പെടാം. പണ്ട് ലാലേട്ടനും കൂട്ടുകാർ രക്ഷപ്പെട്ടില്ലേ, തിരുവനന്തപുരത്തിൽ ഗാങ് രക്ഷപ്പെട്ടില്ലേ, അങ്ങനെ രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. ഇത് ചെറിയ പിള്ളേർ പോലെയാണ്. എന്ത് ചെയ്യാണ്. കമന്റ് ബോക്സിൽ അന്ന് ബർത്ത്ഡേയുടെ വീഡിയോ പോയപ്പോല്ലേ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ആറാട്ടനെ എന്താണ് കേക്ക് കൊടുക്കുമ്പോൾ മൂക്കിയിൽ കൈയിട്ട കേക്കാണ് അവർക്ക് കൊടുത്തത്. കൈയിട്ടപ്പോ എനിക്ക് നീട്ടില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു സെലിബ്രിറ്റി ആയ ബുദ്ധിമുട്ടുണ്ടല്ലോ, എത്ര പോകളെ രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഒറ്റ വെച്ചിട്ട് ചോദിച്ചാൽ ബബ്ബ എങ്ങനെ ഇരിക്കണമെന്ന്. ബബ്ബ പടം റിലീസുകളായിട്ടില്ല, നീ കാണണമെന്നത്. ഹലോ, പറയൂ. നിങ്ങളെ എന്നെ വിളിച്ചുകൊണ്ടാണ് മിസ് കോൾ കണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അതാണ് നിങ്ങളുടെ നമ്പർ എൻ്റെ ഇടയിലേക്ക് നേരെ ഉള്ളത്. എന്താ പ്രശ്നം, എന്താ പ്രോബ്ലം, പറയൂ. നിങ്ങളെന്നെ വിളിച്ചിട്ടുണ്ടായില്ല, അതാണ് മിസ് കോൾ. നിങ്ങളുടെ മിസ് കോൾ കണ്ടാൽ ഞാൻ കൊണ്ട് വിളിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊരു മിസ് കോളായി മാറി. ഓക്കെ, അവൻ മിസ് കോൾ നടത്തിയിട്ട് ഞാൻ കൊണ്ട് വിളിച്ചു. ഇപ്പം അവനത് മിസ് കോളാണ്. അവൻ്റെ മിസ് കോൾ കണ്ടാൽ ഞാൻ കൊണ്ട് വിളിച്ചിട്ട് ഇപ്പം ഞാൻ അവൻ്റെ മിസ് കോളായി. എന്ത് ചെയ്യാനാണ് കഥാപാത്രങ്ങൾ. അല്ല, അന്ന് രാത്രി 12 മണിക്കൊക്കെയാണ് വിളിക്കുന്നത്. അന്ന് ഉണ്ടായ സംഭവമാണ്. കേക്ക് മുറിച്ചിട്ട് പെരേരക്ക് കൊടുക്കുമ്പോൾ മൂങ്ങി കൈയിട്ടതിൻ്റെ ശേഷം കൊടുത്തെന്ന് പറയുന്നത്. അങ്ങനെ സമ്മാനമാവട്ടെ, എനിക്കങ്ങനെ ഓർമ്മയില്ല. എനിക്കെന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ചെയ്താലുള്ള വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അൽസൈമർ വരാൻ പോകുമെന്ന് അറിയില്ല. ഇത് കഷ്ടം, എങ്ങനെയോ അറിയാതെ വയറിലായി. ഏത് നിമിഷത്തിലാണ് ലാലേട്ടനെ ആറാടിക്കാനും പറയാൻ തോന്നി എനിക്കറിയില്ല. അന്ന് തുടങ്ങിയാണ് എൻ്റെ കഷ്ടകാലം. വേറെ മീഡിയക്കാരെല്ലാവരും പൈസ ഉണ്ടാക്കും,
നമുക്ക് പൈസയും കിട്ടില്ല, നമുക്ക് കിട്ടുന്ന തെറിയാണ്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. പുറത്ത് ലുലുമാൾ വയ്ക്കാൻ കളിയാക്കളാണ്. ഈ 2K കേസിനെ കൊണ്ട് ഇത്ര കഷ്ടമാണ്. എല്ലാം ഡ്രഗ്സാണ്, ചെയ്യാനാണ്. പ്രായമായിട്ട് അമ്മയ്ക്ക് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് കയറി വരികയാണ്. ഈ 2K കേസ് മിക്ക ഡ്രഗ്സാണ്. കൊച്ചി വളരെ മോശമായി പോയി. എന്ത് ചെയ്യാണ്? കൊച്ചി പഴയ കൊച്ചിയല്ല. അങ്ങനെ ബിലാൽ പറയുന്നുണ്ട്, ബിലാലും മമ്മക്ക് പറയുന്നുണ്ട്. ലാലേട്ട ഡയലോഗ് ഉണ്ട്, നർക്കോട്ടിക്സ് ഇസ് ഡർട്ടി ബിസിനസ്. അത് മനസ്സിലാക്കുക, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ആ ബിസിനസ് ഒന്നും ചെയ്യരുത്. ഇവിടെ എല്ലാം ഡ്രഗാണ്. പാരലൽ യൂണിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾ പാരലൽ യൂണിവേഴ്സ് പറയണ പാരലൽ യൂണിവേഴ്സ് ഭൂമിയുമായി ബന്ധമില്ലാത്ത വേറെ യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിൽ ഞങ്ങൾ ജീവിക്കണം. അതായത് റിയാലിറ്റിയിലല്ല. ഞാനല്ല എന്ത് റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പെരേറിൽ വേറെ ലോകത്താണ്, ഏറെ ഏലിയൻ ലോകത്തൊക്കെയാണ്. അവിടുത്തെ സൂപ്പർ സ്റ്റാർ ഏലിയനാണ് പെരേറ. ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ തെറി കഴിക്കുന്ന ആളാണ് ഏറ്റവും പോപ്പുലർ. അതിൻ്റെ എക്സാമ്പിളാണ് പെരേറ. പെരേക്ക് വളരെ റീച്ചാണ്. ശരിക്കും അന്ന് എന്നെ എത്ര വിളിച്ചു പെരേരെ അടിച്ചാലും പെരേരോട് വിളിക്കണം. എന്തിനാ എന്നെ വിളിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിൽ വിളിക്കുക പെരേര എന്താ അടിക്കാൻ കാരണം. അത് ആ പെരേരെ വിളിച്ചു നോക്കിയത്. എന്തിനാ എന്നെ വിളിച്ചു ചോദിക്കുന്നത്? ഓസ്ട്രേലിയ വിളിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയ്ക്കാണ് ഗോൾ. ഇമാർക്ക് അവിടെ പണിയില്ലേ? പെരേരയ്ക്ക് എന്ത് സംഭവിച്ചു? പെരേര ഒരു ജീവിതം. ജോർജിയ എവിടെന്നൊക്കെയാണ് വിളിക്കുന്നത്. അല്ല ശരിക്കും അന്ന് കേക്ക് കൊടുക്കുമ്പോൾ നല്ല പോലെയാണ് കേക്ക് കൊടുത്തത്. കറക്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ട്. കേക്ക് കൊടുക്കണല്ലേ മൂക്കി കഴിഞ്ഞിട്ടല്ലേ കൊടുത്തെന്ന് പറയുന്നത്. എനിക്കറിയാം, ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യാറില്ല. അതിൻ്റെ ഇടയിൽ സംഭവിച്ചായിരിക്കും. സെലിബ്രിറ്റി ആയിക്കാണ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട്. നല്ലപോലെ ആസ്വദിച്ച് കഴിച്ച് പെരേര. എന്താണ് പെരേര അതല്ല, പടുത്തു ആസ്വദിച്ച് കഴിക്കും. പെരേരയ്ക്ക് തിന്നാൽ മതി. പെരേരയ്ക്ക് എവിടെ കൊണ്ടുപോയാലും 2 ബിരിയാണി വാങ്ങി കൊടുത്താൽ മതി. പെരേര ഹാപ്പിയാണ്. എന്തായാലും നിങ്ങൾ ആരും സെലിബ്രിറ്റി ആകാൻ നോക്കരുത്. ഒരു സെലിബ്രിറ്റിയുടെ രോദനമാണ് ഞാൻ അനുഭവിക്കുന്നത്. എനിക്കറിയാം, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരില്ല. അത്രയും പറയാനുണ്ട്. ഒരിക്കലും വയറിലാന്ന് നോക്കരുത്, സെലിബ്രിറ്റി ആവരുത്. പക്ഷേ എൻ്റെ അവസ്ഥ വരും. നിങ്ങൾ സ്നേഹം കൊണ്ടാണ് പറയണത്. ഒരിക്കലും സെലിബ്രിറ്റി ആവരുത്. ഒരു സെലിബ്രിറ്റിയുടെ വിഷമാണ് പറയുന്നത്.